the topic Making of Nationalism in Europe. Apart from French Revolution, how the making of nationalism happened in Europe. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ബിഫോർ മൂവിങ് ടു ദ കണ്ടന്റ്, ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദ മിഡ് 18th century യൂറോപ്യൻ മാപ്പ്. അപ്പോൾ നമ്മൾ ഈ 18th century യൂറോപ്പിലെ മാപ്പ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് യൂറോപ്പിൽ കാണുന്നത് പോലെയുള്ള നേഷൻ സ്റ്റേറ്റ്സുകളായിട്ട് നമുക്ക് യൂറോപ്പിനെ കാണാനായിട്ട് സാധിക്കുകയില്ല ഇൻ 18th century. ബിക്കോസ് ദർ ഈസ് നോ കോമൺ ഐഡൻറ്റിറ്റി എമംഗ് ദ പീപ്പിൾ. എക്കാലത്ത് ജനങ്ങൾക്കിടയിൽ കോമൺ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് എ റീസൺ ഫോർ there was no nation states in Europe in 18th century. ഫോർ എക്സാമ്പിൾ, യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട എംപയർ ആയിരുന്നു ഹാബ്സ്ബർഗ് എംപയർ. അപ്പോൾ ഈ ഹാബ്സ്ബർഗ് എംപയറിൻ്റെ കീഴിൽ കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു, ലൈക്ക് ബൊഹിമിയ, ഹംഗറി, ഗലീഷ്യ, ലൊംബാർഡി എക്സെട്ര. സോ ഈ ഹാബ്സ്ബർഗ് എംപയറിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ തന്നെ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 18th centuryയിൽ അവിടുത്തെ യൂറോപ്പിൽ ജനങ്ങൾക്കിടയിൽ കോമൺ ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. കോമൺ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അവർക്കൊരു കോമൺ ആയിട്ടൊരു ഭാഷ ഉണ്ടായിരുന്നില്ല, കോമൺ ആയിട്ടുള്ളൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ഏകീയത കൊണ്ടുവരാനായിട്ട് ഓരോ എംപയറിന് കീഴിലും ഓരോ കോമൺ ആയിട്ട് കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 18th century യൂറോപ്പിൽ നേഷൻ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് കാരണം. ആൻഡ് ദർ ഈസ് ഓൺലി വൺ കോമൺ ഫാക്ടർ, ദറ്റ് ഈസ് അണ്ടർ എ കോമൺ എംപറർ. Okay, the only common binding factor is they all are under a common emperor and he controls everybody through same taxation, same rules, etc. The people are forced to follow all these rules. അപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? രാജാവ് കൊണ്ടുവരുന്ന റൂൾസ് എന്തെല്ലാമാണോ അതെല്ലാം യാതൊരു ചോദ്യം ചെയ്യലുമില്ലാതെ അനുസരിച്ച് പോന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരു യൂണിറ്റി വേണമെന്നോ നാഷണാലിറ്റി വേണമെന്നോ ഒന്നും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. സോ ദെൻ ടു നോ അബൌട്ട് ദ മേക്കിംഗ് ഓഫ് നാഷണലിസം, അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് യൂറോപ്യൻ സൊസൈറ്റി. നമ്മൾ ആദ്യമായി ഈ മേക്കിംഗ് ഓഫ് നാഷണലിസം എന്ന ഒരു ഭാഗം അത് മനസ്സിലാക്കാനായിട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ 18th century യൂറോപ്പിലെ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ ഓഫ് യൂറോപ്യൻ സൊസൈറ്റി. നമുക്ക് യൂറോപ്യൻ സൊസൈറ്റിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അരിസ്റ്റോക്രാറ്റ്സ് എന്നും പെസൻസ് എന്നും. ഇനി എന്തൊക്കെയാണ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്? അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് ചെറിയൊരു പോപ്പുലേഷനാണ്, ദേ ആർ ലെസ് പോപ്പുലേഷൻ. എന്നാൽ വാട്ട് അബൌട്ട് പെസൻസ്? ദേ ആർ വാസ് മെജോറിറ്റി. പെസൻട്രിയിലായിരുന്നു കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നത്, ദേ ആർ ഹ്യൂജ് പോപ്പുലേഷൻ. ദെൻ the aristocracy is the dominant people, they own estates. അപ്പോൾ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്നത് അവരായിരുന്നു ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്ക് ആയിരുന്നു കുറേ അധികം അവകാശങ്ങൾ. ദേ ഓൺ എസ്റ്റേറ്റുകൾ, സ്വത്തുകൾ കൈവശം വയ്ക്കാനുള്ള അവകാശങ്ങളൊക്കെ ആർക്കായിരുന്നു? അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിളിനായിരുന്നു. ദെൻ വാട്ട് അബൌട്ട് പെസൻസ്? ദേ ആർ ദ ലോ ക്ലാസ് പീപ്പിൾ, ദേ വർക്ക്ഡ്. എവിടെയാണ് അവർ ജോലി ചെയ്തിരുന്നത്? ഈ അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിൾ കൈവശം വെച്ചിരുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിലായിരുന്നു ഈ പെസൻസ് വർക്ക് ചെയ്തിരുന്നത്. ദെൻ ദ അരിസ്റ്റോക്രാറ്റ് പീപ്പിൾ സ്പോക്ക് ഫ്രഞ്ച് ലാംഗ്വേജ്. അവരുടെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഡോമിനൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫ്രഞ്ച് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ആൻഡ് their families were connected by marriages.
ഓക്കെ, അപ്പോൾ ഈ അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദേ ആർ ന്യൂമറിക്കലി ലെസ് നമ്പർ. സോ ഇവർ തമ്മിൽ മാരേജ് പോലെയുള്ള അലയൻസിലൂടെയായിരുന്നു അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് ഊട്ടി ഉറപ്പിച്ചിരുന്നത്. ദെൻ ദേ പോസസ് ഓൾ റൈറ്റ്സ്. നമ്മൾ പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഓരോ എല്ലാ അവകാശങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ആര് മാത്രമായിരുന്നു? ദീസ് അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിൾ. ഓക്കെ, ദെൻ പെസൻസിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിരുന്നു, അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പെസൻസ്, അവരിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ വെസ്റ്റേൺ യൂറോപ്പിലാണ് കൂടുതലായിട്ട് ടെനൻസ്, അതായത് കുറഞ്ഞ കൂലിക്ക് കൃഷി ചെയ്തിരുന്ന, അതായത് ഈ അരിസ്റ്റോക്രാറ്റ്സിൻ്റെ നിന്നും അതുപോലെ തന്നെ ഡ്യൂക്സിൻ്റെ നിന്നൊക്കെ ഭൂമി പാട്ടത്തിനെടുക്കും, എന്നിട്ട് അതിൽ കൃഷി ചെയ്തിരുന്ന ചെറിയ കൂലിക്ക് അവകാശം ലഭിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു, അവരായിരുന്നു ടെനൻസ്. ദെൻ ഈസ്റ്റേൺ യൂറോപ്പിൽ മെജോറിറ്റി എന്ന് പറയുന്നത് സെർഫ് ആയിരുന്നു, അവർ അടിമകളായിരുന്നു, അവർക്ക് ഒന്നും തന്നെ കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. സോ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? there were some type of inequality, ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ആയിരുന്നു യൂറോപ്പിൽ 18th സെഞ്ച്വറിയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും സ്ട്രക്ചർ ഓഫ് യൂറോപ്യൻ സൊസൈറ്റി, അതിൽ മെയിൻലി 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് പെസൻസ്. ബട്ട് ഇനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് അറിയാം യൂറോപ്പിൽ 18th സെഞ്ച്വറി യൂറോപ്പിൽ വിറ്റ്നസ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതായിട്ട് നമുക്കറിയാം. പക്ഷേ ഇത് യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലും എത്തുമ്പോൾ 19th സെഞ്ച്വറി ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ റിസൾട്ടായിട്ട് ഈ യൂറോപ്യൻ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി വീണ്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ അരിസ്റ്റോക്രാറ്റ്സ്, പെസൻസ് എന്ന ഗ്രൂപ്പുകൾക്ക് പുറമെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടി എവിടെ ഒറിജിനേറ്റ് ചെയ്തു? യൂറോപ്പിൽ ഒറിജിനേറ്റ് ചെയ്തു. ആൻഡ് ദേ were known as the middle class, the educated middle class people. So again by the industrial revolution the Europe resulted an emergence of a new group of middle class people, and അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഈ പെസൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് അവർ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, മാത്രമല്ല അതുപോലെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരുന്നു. ബട്ട് ദേ ആർ നോട്ട് ഈക്വലി ട്രീറ്റഡ് ആസ് ദ അരിസ്റ്റോക്രാറ്റ്സ്. അപ്പോൾ ഈ ന്യൂലി എമർജഡ് മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് ഈ അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ എന്തായിരുന്നു, കൂടുതൽ പവേഴ്സോ അല്ലെങ്കിൽ അവർക്കൊരു ഈക്വൽ സ്റ്റാറ്റസ് ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ മിഡിൽ ക്ലാസ് പീപ്പിളിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു, ബിസിനസ്മാൻ, പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ് എക്സെട്ര. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അവർക്ക് എന്തായിരുന്നു ഈ സ്റ്റാറ്റസ്, അതായത് സോഷ്യലി ഒരു സ്റ്റാറ്റസോ ഫിനാൻഷ്യലി മറ്റുള്ള കാര്യങ്ങൾക്ക് അരിസ്റ്റോക്രാറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വേണ്ടത്ര സ്റ്റാറ്റസ് ഒന്നും ലഭിച്ചിരുന്നില്ല. ദീസ് പീപ്പിൾ ഡിമാൻഡഡ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജസ് ആൻഡ് എ ഈക്വൽ സൊസൈറ്റി. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അവർക്കൊരു നാഷണാലിറ്റി വേണം, അതുപോലെ തന്നെ ഈ അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിൾ അവരനുഭവിക്കുന്ന പ്രിവിലേജസ് ഒക്കെ പോലെയുള്ള ഒരു ഈക്വൽ സൊസൈറ്റി വേണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരുന്നു ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ. അപ്പോൾ പെസൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അവരുടെ മനസ്സിൽ ദീസ് മിഡിൽ ക്ലാസ് പീപ്പിൾ ഹാവ് എ നാഷണലിസ്റ്റിക് ഫീലിംഗ്, അല്ലേ? അവർക്ക് ഒരു ഇങ്ങനെ ഒന്നും കഴിഞ്ഞാൽ പോരാ, എന്ത് വേണം, കുറച്ചുകൂടി ഇക്വാലിറ്റി വേണം എന്ന് ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഒരു കൺസെപ്റ്റ് ഓഫ് ലിബറലിസം അല്ലെങ്കിൽ ഒരു ലിബറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്
യൂറോപ്പിൽ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. സോ നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ലിബറൽ നാഷണലിസം. So, what were the features of liberal nationalism? This concept was introduced by new middle class people, and the word liberalism came from the Latin word liber, which means free. Liberal nationalism mainly stand for freedom, and they demanded one more important thing, that is equality before the law. So the main features of liberal nationalism was individual freedom. They demanded individual freedom, and they demanded equality before the law, and they demanded a government by consent, and they demanded the freedom of markets and abolition of state imposed restriction on movement of goods and capital. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിബറൽ നാഷണലിസത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്കറിയാം, ആഫ്റ്റർ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അവിടുത്തെ മൊണാർക്കി സിസ്റ്റം ഓഫ് റൂളിംഗ് മാറി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് ശേഷവും ഒരു കംപ്ലീറ്റ് ഫ്രീഡം എന്ന ഒരു നിലയിലേക്കോ അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കോ ഫ്രാൻസോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗങ്ങളോ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ വീണ്ടും ഒരു അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് ഈ മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ കീഴിൽ ഈ ഒരു ലിബറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂറോപ്പിൽ രൂപം കൊള്ളുകയാണ് ഉണ്ടായത്. ദെൻ ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, പൊളിറ്റിക്കൽ സ്ഫിയറിൽ അവർ ഡിമാൻഡ് ചെയ്ത ഗവൺമെൻറ് ബൈ കൺസെൻറ്റ് എന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ എക്കണോമിക് സ്ഫിയറിൽ അവർ എന്താണ് ആവശ്യപ്പെട്ടത്, ഫ്രീഡം ഓഫ് മാർക്കറ്റ്സ് ആൻഡ് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ. അതായത് നമുക്ക് നോക്കാം, എന്താണ് ഗവൺമെൻറ് ബൈ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വോട്ടിംഗ് റൈറ്റ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ എന്താണ്, ഈ ഒരു വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സഫ്രേജ് അല്ലെങ്കിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷവും ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർക്ക് മാത്രമായിരുന്നു ആ അവകാശം ഉണ്ടായിരുന്നത്? ഓൺലി പ്രോപ്പർട്ടി കൈവശം വച്ചിരുന്ന ആളുകൾക്ക്, പുരുഷന്മാരിൽ തന്നെ പ്രോപ്പർട്ടി കൈവശം വെച്ചിരുന്ന ആളുകൾക്കും, അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ വോട്ടിംഗ് റൈറ്റ് അപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ നാഷണലിസ്റ്റ് പീപ്പിൾ, അതായത് മിഡിൽ ക്ലാസ് പീപ്പിൾ എന്താണ്, ഗവൺമെൻറ് ബൈ കൺസെൻറ്റ്, അവർക്ക് എന്തായിരുന്നു ആഗ്രഹം, എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ലഭിക്കണം, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ ലീഡറായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരുന്നു ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ. ദെൻ ഫ്രീഡം ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് മാർക്കറ്റ് ആൻഡ് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നെപ്പോളിയൻ്റെ ഭരണ കാലഘട്ടത്തിൽ നെപ്പോളിയൻ കുറേ ഭരണപരിഷ്കാരങ്ങൾ, നെപ്പോളിയനിക് കോഡൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എങ്കിൽ കൂടിയും നെപ്പോളിയൻ്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന ഒരാശയമായിരുന്നു എന്താണ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് നെപ്പോളിയൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും വീണ്ടും പല രൂപത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഈ ട്രേഡേഴ്സിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ പല പ്രദേശങ്ങളിലേക്ക് ഈ കച്ചവടക്കാർക്ക്, ട്രേഡേഴ്സിന് പോകുമ്പോൾ പല തരത്തിലുള്ള ടാക്സേഷൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓരോ ക്വാണ്ടിറ്റിക്കും കമ്മോഡിറ്റിയുടെ മെഷർമെൻറ്റിനും ഒക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സേഷൻ അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടീസ് ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയലിസ്റ്റിന് പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്, കുറേ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അത് ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചു.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹാബ്സ്ബർഗ് എംപയറിന് കീഴിലുള്ള പല പ്രദേശങ്ങളും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ സ്റ്റേറ്റ് കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെ ഓരോ റീജിയൻസ് കടന്നു പോകുമ്പോഴും ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ടാക്സേഷൻ അവർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. മാത്രമല്ല ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സേഷൻ കൂടിയായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉള്ള എമൗണ്ട് ഓഫ് ടാക്സേഷന് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ടാക്സേഷൻ ആയിരുന്നില്ല അടുത്ത സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവർക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും ഒക്കെ ആയി വന്നതിനാൽ കുറേ ഒരു റിലാക്സേഷൻ വേണം എന്ന് അവർ ആഗ്രഹിച്ചു. സോ ഇതിൻ്റെ ഫലമായിട്ട് ഇൻ 1834 എ കസ്റ്റം യൂണിയൻ വാസ് ഫോംഡ് അറ്റ് ദ initiative of Prussia and joined by most German states, and this custom union was named as Zollverein. അപ്പോൾ എന്താണ് സോൾവറിൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റം യൂണിയനാണ്. അത് 1834 ഫോം ചെയ്തിരുന്നത്. പ്രഷ്യയിലെയും അതുപോലെ തന്നെ പ്രഷ്യയുടെയും പല ജർമ്മൻ സ്റ്റേറ്റുകളിലെയും ഒരു കൂട്ടായ ഒരു ഫലമായിട്ടാണ് ഈ സോൾവറിൻ എന്ന് പറയുന്ന അസോസിയേഷൻ അല്ലെങ്കിൽ കസ്റ്റം യൂണിയൻ ഫോം ചെയ്തത്. ദെൻ ദിസ് സോൾവറിൻ So the features of Zollverein. It was formed in 1834. ജർമ്മനിയുടെയും അതുപോലെ പ്രഷ്യയുടെയും സഹകരണ ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു യൂണിയൻ ആയിരുന്നു സോൾവറിൻ. സോ സോൾവറിൻ എന്ന യൂണിയൻ വന്നതോടുകൂടി താരിഫ് ബാരിയേഴ്സ് എല്ലാം എടുത്തു കളഞ്ഞു. ആൻഡ് അതുപോലെ ഏകദേശം 28 കറൻസികൾ ഡിഫറെൻറ്റ് റീജിയൻസിൽ ഉണ്ടായിരുന്നത് 2 എണ്ണമായിട്ട് കുറച്ചു. അതുപോലെ തന്നെ സോൾവറിൻ്റെ രൂപീകരണത്തിന് ശേഷം മൊബിലിറ്റി ഒക്കെ കുറേ കൂടി എൻഹാൻസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കുറക്കാനായിട്ട് ഈ അസോസിയേഷന് സാധിച്ചു. ദെൻ ദേ പ്രൊമോട്ടഡ് റെയിൽവേ ലൈൻസ്. സോ സോൾവറിൻ ഫോം ചെയ്തതോട് കൂടിയിട്ട് എന്തുണ്ടായി, കുറച്ചുകൂടിയും കാര്യങ്ങൾ ഈ മിഡിൽ ക്ലാസ് പീപ്പിളിന് അനുകൂലമായിട്ട് വന്നു ഇൻ ദ എക്കണോമിക് സ്ഫിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിഡിൽ ക്ലാസ് പീപ്പിളിൽ വന്നതോട് കൂടിയിട്ട് യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മെയിനായിട്ട് 2 തിങ്സ്. ഫസ്റ്റ് വൺ, ദ ലിബറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ദെൻ ദ ഫോർമേഷൻ ഓഫ് സോൾവറിൻ. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം ആഫ്റ്റർ 1815. അപ്പോൾ ഈ കൺസർവേറ്റിസം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസർവേറ്റിസം എന്നാണ്, എന്തൊക്കെയായിരുന്നു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ നെപ്പോളിയൻ്റെ ഭരണം ഫ്രാൻസിൽ അവസാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നെപ്പോളിയനെ കുറിച്ചിട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. 1804 വരെ നെപ്പോളിയൻ യൂറോപ്പിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു എങ്കിലും പിന്നീട് അതിന് ശേഷം ഒരു ഡെസ്പോട്ടിക് നേച്ചറിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, there arise some sort of hostility among the people towards നെപ്പോളിയൻ. ദെൻ അത് മാത്രമല്ല, നെപ്പോളിയനോട് ജനങ്ങൾക്ക് മാത്രമല്ല, നെപ്പോളിയൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഹി wanted the territorial annexation. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ടെറിട്ടറീസ് കോൺകർ ചെയ്യുക എന്നതായിരുന്നു നെപ്പോളിയന് പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മറ്റ് മൊണാർക്കിയൽ റൂളേഴ്സിൻ്റെ ഇടയിലും നെപ്പോളിയനോട് ശത്രുത ഉണ്ടാവാനായിട്ട് കാരണമായി. അങ്ങനെയാണ് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയിട്ട് നെപ്പോളിയനെ ആ ഒരു അധികാരത്തിൽ നിന്ന് മാറ്റുന്നത് 1815. ദെൻ ആഫ്റ്റർ 1815 യൂറോപ്പിൽ വീണ്ടും ഒരു വിഭാഗം ആളുകൾ കൂടി ഉയർന്നു വരാനായിട്ട് തുടങ്ങി. These people were known as conservative people, and they followed a policy and it was known as conservatism.
ഇനി എന്തായിരുന്നു കൺസർവേറ്റീസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കൺസർവേറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് ദേ വാണ്ടഡ് ടു പ്രിസേർവ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി ഇൻ ഫ്രാൻസ്. അതായത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ട്രഡീഷണൽ കസ്റ്റം അല്ലെങ്കിൽ അതായത് മൊണാർക്കിയൽ റൂള് അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഒരു അവകാശങ്ങൾ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിളിന് പൊസസ് ചെയ്തിരുന്ന റൈറ്റ്സ് അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകണം എന്ന് ആഗ്രഹമുള്ളവരായിരുന്നു ഈ കൺസർവേറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിന്തുടർന്ന് പോന്നിരുന്നവർ. ആൻഡ് ദിസ് റിസൾട്ടഡ് ടു ദ ട്രീറ്റി ഓഫ് വിയന്ന. What are the features of Treaty of Vienna in 1815? അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിച്ച കൺസർവേറ്റീവ് പീപ്പിൾസ് 1815 വാട്ടർലൂ വാറിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. മെയിനായിട്ട് ഈ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിച്ച രാജ്യങ്ങളായിരുന്നു ബ്രിട്ടൻ, പ്രഷ്യ, റഷ്യ, ഓസ്ട്രിയ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇവർ ഒരു സെറ്റിൽമെൻറ്റ് യൂറോപ്പിൽ ഇനി നെപ്പോളിയന് ശേഷം യൂറോപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. അതിൽ ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന ഡ്യൂക്ക് മെറ്റേണിച്ച് ആയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഈ ഒരു ട്രീറ്റിയെ പറയുന്ന പേരാണ് ട്രീറ്റി ഓഫ് വിയന്ന. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ട്രീറ്റി ഓഫ് വിയന്ന എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ ട്രീറ്റി ഓഫ് വിയന്നയിൽ ഈ ഡ്യൂക്ക് മെറ്റേണിച്ചിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് അവർ കൈക്കൊണ്ടത്? ഫസ്റ്റ് വൺ, they wanted the Bourbon dynasty was resorted to power in France. ഫസ്റ്റായിട്ട് അവരുടെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോർബോൺ ഡൈനാസ്റ്റി ആയിരുന്നു ഫ്രാൻസ് അതുവരെ ഭരിച്ചിരുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബോർബോൺ ഡൈനാസ്റ്റിക്ക് വീണ്ടും അധികാരം കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചു. ദെൻ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് വെർ ക്രിയേറ്റഡ് ഓൺ ഫ്രഞ്ച് ബൗണ്ടറി ഫോർ പ്രിവെൻറ്റിംഗ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമുക്കറിയാം നെപ്പോളിയൻ്റെ ഭരണ കാലഘട്ടത്തിൽ നെപ്പോളിയൻ പ്രധാനമായിട്ട് എന്താണ് ടെറിട്ടോറിയൽ അനക്സേഷൻ എന്ന് പറയുന്ന ഒരു പോളിസിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ എങ്ങനെയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ട്രീറ്റി ഓഫ് വിയന്നയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ഫർദർ ടെറിട്ടോറിയൽ അനക്സേഷൻ ഒന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ബൗണ്ടറീസിൽ എന്ത് ചെയ്തു? ഫ്രഞ്ച് എക്സ്പാൻഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് വർ ക്രിയേറ്റഡ്. ദെൻ തേർഡ് പോയിൻറ്റ്, ദ ജർമ്മൻ കോൺഫെഡറേഷൻ വാസ് ലെഫ്റ്റ് അൺടച്ച്ഡ്. അപ്പോൾ ഇതിൽ എന്തായിരുന്നു? ജർമ്മൻ കോൺഫെഡറേഷന് ഇത് ബാധകമായില്ല. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ടു റിസ്റ്റോർ മൊണാർക്കീസ് ദാറ്റ് ഹാഡ് ബീൻ ഓവർത്രോൺ ബൈ നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? പല മൊണാർക്കി റൂളേഴ്സിനെയും സ്ഥാനഭ്രംഷ്ടരാക്കിയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തിരികെ എന്ത് ചെയ്യണം? അവർക്ക് വീണ്ടും അധികാരത്തിൽ ഏറണം, അല്ലെങ്കിൽ അവരെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ട്രീറ്റി ഓഫ് വിയന്നയിൽ ഉണ്ടായിരുന്നത്. സോ അപ്പോൾ നമ്മൾ എന്താണ് ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ട്രീറ്റി ഓഫ് വിയന്നയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ട്രീറ്റി ഓഫ് വിയന്ന ഉണ്ടാവാൻ അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വിയന്ന എന്ന എഗ്രിമെൻറ്റിൽ ഈ യൂറോപ്യൻ കൺട്രീസ് ഒപ്പുവെക്കാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കണം, കാരണം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രീറ്റി ഓഫ് വിയന്ന എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ച് വരാറുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ദെൻ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂറോപ്പിൽ വീണ്ടും ഫോം ചെയ്തു. ആൻഡ് ദേ വർ നോൺ ആസ് ദ റെവല്യൂഷണറീസ്. സോ
ദീസ് റെവല്യൂഷണറീസ് എന്ന് പറയുന്നവർ ആരായിരുന്നു? ഇൻ 1815 സീക്രട്ട് സൊസൈറ്റീസ് were formed in many European states to train revolutionaries and spread their ideas. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇവർ ശരിക്കും വിയന്ന കോൺഗ്രസ്സിനെ തുടർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത മൊണാർക്കിക്കെതിരെയും അതുപോലെ കംപ്ലീറ്റ് ഫ്രീഡം, ഇക്വാലിറ്റി ബിഫോർ ലോ ഒക്കെ ഇതിനൊക്കെ വേണ്ടി വാദിച്ചവരായിരുന്നു ഈ റെവല്യൂഷണറി പീപ്പിൾ എന്ന് പറയുന്നവർ. അപ്പോൾ ഈ കൺസർവേറ്റീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ന്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദറ്റ് ഈസ് ദീസ് റെവല്യൂഷണറീസ് പീപ്പിൾ. ഈ റെവല്യൂഷണറി ആയിട്ടുള്ള ആളുകൾ, വിപ്ലവകാരികൾ, ഇവർ മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. The first one, they spread the idea of nationalism, and second one, they oppose the Treaty of Vienna, and third one, they fight for freedom. ഓക്കെ, ഇതൊക്കെയായിരുന്നു റെവല്യൂഷണറീസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അവർ മെയിനായിട്ട് നാഷണലിസത്തിനും കംപ്ലീറ്റ് ഫ്രീഡത്തിനും വേണ്ടിയിട്ട് നിലകൊണ്ടു. അതുപോലെ തന്നെ അവർ മെയിനായിട്ട് ഈ റെവല്യൂഷണറി പീപ്പിൾ ഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ദേ ഒപ്പോസ് ദ ട്രീറ്റി ഓഫ് വിയന്ന. ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അസോസിയേഷൻ്റെ ഫലമായിട്ട് വീണ്ടും യൂറോപ്പ് എന്തിലേക്ക് തിരിച്ച് ആ ട്രഡീഷണൽ സെറ്റപ്പിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതായിരുന്നു. അപ്പോൾ അതിനെതിരെ ദെൻ ദേ ഫൈറ്റ് ഫോർ ഫ്രീഡം, കംപ്ലീറ്റ് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പൊരുതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഗ്യുസിപ്പി മസ്സീനി. ഓക്കെ, നൗ വി വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് മസ്സീനി. ഗിസെപ്പെ മസ്സീനി, ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ റെവല്യൂഷണറി ആയിരുന്നു. ആൻഡ് ഹി വാസ് ബോൺ ഇൻ 1807 ആൻഡ് ഹി വാസ് എ മെമ്പർ ഓഫ് സീക്രട്ട് സൊസൈറ്റി ഓഫ് കാർബണാരി. കാർബണാരി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം. ആൻഡ് ഹി ഫൗണ്ടഡ് യങ് ഇറ്റലി ആൻഡ് യങ് യൂറോപ്പ്. അപ്പോൾ രണ്ട് അസോസിയേഷൻസ് അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യങ് ഇറ്റലി എന്ന് പറയുന്ന ഒരു യൂണിയനും അതുപോലെ തന്നെ യങ് യൂറോപ്പ് എന്ന പേരുള്ളതും. ഈ യങ് ഇറ്റലി എന്ന് പറയുന്നത് മാർസിലേസിലും അതുപോലെ യങ് യൂറോപ്പ് എന്ന് പറയുന്നത് ബേർണയിലുമാണ് അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഏകാധിപത്യത്തിനോടുള്ള ഒരു എതിർപ്പും അതുപോലെ തന്നെ ഇറ്റലിയുടെ ഒരു യൂണിഫിക്കേഷനുമായിരുന്നു ഈ ഗിസെപ്പി മസ്സീനി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അല്ലെങ്കിൽ ദ വിഷൻ ഓഫ് മസ്സീനി. ദ വിഷൻ ഓഫ് മസ്സീനി എന്ന് പറയുന്നത് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ഹി ഒപ്പോസ് അഗെയിൻസ്റ്റ് ദ മൊണാർക്കി. ഓക്കെ, ആൻഡ് അദ്ദേഹം കൺസർവേറ്റീവ് പീപ്പിളിനെ അധികാരത്തിൽ വരുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഈ പോളണ്ട്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വളരെയധികം യുവജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ യങ് ഇറ്റലിയിലും അതുപോലെ യങ് യൂറോപ്പിലും അംഗമായിരുന്നു. സോ ഈ കൺസർവേറ്റീവ്സ് പീപ്പിൾ എന്ത് ചെയ്തു? അവർക്ക് ഒരു ഭയമായിട്ട് മാറാനായിട്ട് ഈ മസ്സീനിയുടെ ആക്ഷൻസ് കാരണമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ മേക്കിംഗ് ഓഫ് നാഷണലിസം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഇൻ ഷോർട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ദ മേക്കിംഗ് ഓഫ് നാഷണലിസം, എങ്ങനെയാണ് നാഷണലിസം യൂറോപ്പിൽ തുടങ്ങിയത്, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന് പുറമെ ദേശീയത രൂപം കൊള്ളുന്നതിന്, യൂറോപ്പിൽ ദേശീയത രൂപം കൊള്ളുന്നതിന് കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ദ സ്ട്രക്ചർ ഓഫ് യൂറോപ്യൻ സൊസൈറ്റിയാണ് പറഞ്ഞത്. ടു ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോക്രാറ്റ്സ് പീപ്പിൾ, ദെൻ പെസൻസ്. പിന്നെ അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് ന്യൂ ഗ്രൂപ്പ് എമേർജ് ചെയ്തു എന്ന് പറഞ്ഞു. ആയിരുന്നു മിഡിൽ ക്ലാസ് പീപ്പിൾ. അപ്പോൾ അവർ പൊസസ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അവർ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരുന്നു, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്നിരുന്ന ഒരു കോൺസെപ്റ്റായിരുന്നു ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത്. ദെൻ ലിബറൽ നാഷണലിസത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു യൂണിയൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക് സ്ഫിയറിൽ ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1834
അവർ സോൾവറിൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഫോം ചെയ്തെന്ന് പറഞ്ഞു. പിന്നീട് അതിന് ശേഷം വീണ്ടും നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരായിരുന്നു? കൺസർവേറ്റീവ്സ് അല്ലേ. കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? അവർ ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. ദെൻ ഈ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂറോപ്പിലുണ്ടായിത്തീർന്നു. അവരായിരുന്നു റെവല്യൂഷണറീസ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ മെയിൻ എയിംസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷണറി, ഇറ്റാലിയൻ റെവല്യൂഷണറി ഗിസെപ്പെ മസ്സീനി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏജസ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ഏജസ് ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.